വചനം 40 വാക്കർത്ഥം. അല്ലദീന ഉഖ്രിജു പുറത്താക്കപ്പെട്ടിട്ടുള്ളവർ, മിൻ ദിയാരിഹിം അവരുടെ ഭവനങ്ങളിൽ നിന്ന് അഥവാ വാസസ്ഥലങ്ങളിൽ നിന്ന്, ബിഗൈരി ഹഖിൻ ഒരു ന്യായവും കൂടാതെ, ഇല്ലാ യഖൂലു അവർ പറയുന്നതല്ലാതെ, റബ്ബുനല്ലാഹ് ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന്, വലൗല ഇല്ലായിരുന്നുവെങ്കിൽ, ദഫ്ഉല്ലാഹി അല്ലാഹു തടുക്കൽ, അന്നാസ മനുഷ്യരെ, ബഅലഹും അവരിൽ ചിലരെ, ബിബഅലിൻ ചിലരെ കൊണ്ട്, ലഹുദ്ദിമത് പൊളിച്ചു തകർക്കപ്പെടുമായിരുന്നു, സ്വവാമിഉ സന്യാസി മഠങ്ങൾ, വബിയഉൻ ക്രിസ്തീയ ദേവാലയങ്ങളും, വസ്വലവാത്തുൻ ജൂത ദേവാലയങ്ങളും, വമസാജിദു മുസ്ലിം പള്ളികളും, യുദ്കറു പറയപ്പെടുന്ന കീർത്തനം ചെയ്യപ്പെടുന്ന, ഫീഹ അവയിൽ വെച്ച്, ഇസ്മുല്ലാഹി അല്ലാഹുവിൻ്റെ നാമം, കസീറൻ ധാരാളം, വലയൻസുറന്നല്ലാഹു നിശ്ചയമായും അല്ലാഹു സഹായിക്കും, മയ്യൻസുറുഹു അവനെ സഹായിക്കുന്നവനെ, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ലഖവിയ്യുൻ ശക്തൻ തന്നെ, അസീസ് പ്രതാപശാലിയായ. الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز. ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുന്നുവെന്നുള്ളതല്ലാതെ വേറെ യാതൊരു ന്യായവും കൂടാതെ തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ളവരത്രേ അക്രമത്തിന് വിധേയരായവർ. മനുഷ്യരെ, അവരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് അല്ലാഹു തടുക്കൽ ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലാഹുവിൻ്റെ നാമം ധാരാളമായി കീർത്തിക്കപ്പെടുന്ന പല സന്യാസി മഠങ്ങളും, ക്രിസ്തീയ ദേവാലയങ്ങളും, ജൂത ദേവാലയങ്ങളും, മുസ്ലിം പള്ളികളും പൊളിച്ചു തകർക്കപ്പെടുമായിരുന്നു. തന്നെ സഹായിക്കുന്നതാരോ അവനെ അല്ലാഹു നിശ്ചയമായും സഹായിക്കും. നിശ്ചയമായും അല്ലാഹു ശക്തനും പ്രതാപശാലിയും തന്നെയാകുന്നു. 40 വചനത്തിൻ്റെ വിശദീകരണം. മുസ്ലിങ്ങൾക്ക് യുദ്ധം ചെയ്തു കൊള്ളുവാൻ അനുവാദം നൽകിയതിൻ്റെ പശ്ചാത്തലവും കാരണവും ചൂണ്ടിക്കാട്ടി അനുവാദം നൽകാതിരുന്നാലുള്ള ദോഷവും വ്യക്തമാക്കി. അല്ലാഹുവിനെ സഹായിക്കുന്നവരെ, അതെ അവൻ്റെ മതത്തെ സഹായിക്കുന്നവരെ നിശ്ചയമായും അവൻ സഹായിക്കുമെന്ന് ഉറപ്പും പ്രോത്സാഹനവും നൽകുകയും ചെയ്തു. എന്നാൽ ഈ അനുവാദം അവർ എങ്ങനെ ഉപയോഗപ്പെടുത്തും? അല്ലാഹുവിൻ്റെ സഹായവും അനുഗ്രഹവും അവർ എങ്ങനെ വിനിയോഗിക്കും? ഇതാണ് ഇനി ആലോചിക്കുവാനുള്ളത്. ഇതിനെക്കുറിച്ച് അടുത്ത വചനത്തിൽ പറയുന്നത് നോക്കുക.